ഹലോ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പെരിന്തൽമണ്ണ ഗേൾസ് സ്കൂളിൽ ഒരു പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാണ് കണ്ടോ. അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഒരു ക്ലോക്ക് ടവർ വരക്കണം. അപ്പോൾ അതിനു വേണ്ടി വന്നാട്ടോ. പക്ഷേ രാവിലെ നല്ല വെയിലായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നാലുള്ളപ്പോൾ ഒരവസ്ഥ കേട്ടത്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങോട്ട് നോക്കാനും കൂടെ പറ്റില്ല. പിന്നെ വെള്ളം അടിച്ച് വെച്ചേക്കല്ലേ, അങ്ങോട്ട് കാഴ്ചയും കൂടെ കിട്ടില്ല. ഇരുമ്പൊക്കെ ചൂടായിട്ട് ഇങ്ങനെ തിളച്ച് നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ പ്ലാനിങ് തെറ്റിപ്പോയി. അപ്പോൾ അവിടുത്തെ പെയിൻറ്റിങ്ങുകാരുണ്ടായിരുന്നു. പെയിൻറ്റിങ്ങുകാരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചുട്ട് പഴുക്കുകയും പ്രത്യേകിച്ച് കമ്പിയൊക്കെ നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ വന്നിട്ടോ, കണ്ടോ, വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു, വേറെ ആരും കാണാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയെങ്കിലും കാണുമല്ലോ നമ്മൾ വരക്കണമെന്ന് കരുതിയിട്ട്. കണ്ടോ, നല്ല കാലാവസ്ഥ. അപ്പോൾ രാവിലെ 7 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തി. ഉയരം നോക്കിയേ, ഇതിൻ്റെ ഐറ്റം നോക്കിയേ, 7 എണ്ണം. 7 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അടി, 6 × 7 അത്ര ഹൈറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ആലോചിച്ച് നിൽക്കാൻ നിന്നില്ല. വെല്ല കയറി ഉയരത്തേക്ക് സാധനങ്ങളൊക്കെ കയറിൽ കെട്ടി കൊണ്ടുപോകണം. അപ്പം ഇങ്ങനെ പിടിച്ച് കയറി കുറേ നാളായിട്ട് ഉയരം കയറിയിട്ട് ഇപ്പം അടുത്തൊന്നും ഉയരങ്ങൾ ഇങ്ങനെ കയറിയിട്ടില്ല. അപ്പോൾ ചെറിയതായിട്ടുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സേഫാണ്. പെയിൻറ്റിങ്ങുകാരൊക്കെ അത്രയും ഉഷാറായി നിന്നതല്ലേ. പിന്നെ അവിടെ കയറി നിന്നാൽ പോരാ, അത്യാവശ്യം കലാപരിപാടികൾ ചെയ്യണം. താഴ്ന്ന് കാണണം വരില്ല കേട്ടോ. ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ ഇതിൻ്റെ വലിപ്പം അറിയുള്ളൂ കേട്ടോ. 85 ഇഞ്ചോളം ഇതിൻ്റെ ഉള്ളളവുണ്ട്. അപ്പോൾ എത്ര വലിപ്പമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വലിപ്പം അറിയുള്ളൂ. ഞാൻ ചെറിയതായിട്ട് തോന്നിയത് താഴ്ന്ന് കാണുമ്പോൾ. പക്ഷേ നമുക്ക് വലിയ ബ്രഷുകളാണ് ഇതിനൊക്കെ വേണ്ടത് എന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന പെരിന്തൽമണ്ണ നഗരത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കണമെങ്കിൽ താഴോട്ട് നോക്കിയാൽ മതി. നോക്കിയേ, എന്തൊരു ഹൈറ്റാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ ഈ ചിത്രം വരക്കാനുള്ളതിൻ്റെ വലിപ്പവും ഇതിൻ്റെ താഴ്ച നോക്കിയാൽ നമ്മുടെ ഡൊമിനാർ അവിടെ നിൽക്കുന്നത് കാണാം. സൂം ചെയ്തിട്ട് വേണം നമുക്കതിനെ കാണാം. അത്രമാത്രം താഴ്ചയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വലിപ്പം കണ്ടപ്പോഴാണ് നമുക്ക് ഒറ്റയ്ക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരാളെ വന്നിട്ടുള്ളായിരുന്നു. ഇവിടുത്തെ ഒരു പെയിൻറ്റിങ്ങുകാരനെയും കൂട്ടിയിട്ട് നമ്മൾ മാർക്കിങ് പൂർത്തിയാക്കി. അല്ലെങ്കിൽ കറക്റ്റ് മാർക്കിങ് അല്ലെങ്കിൽ നമുക്ക് ഇത് പണി പാളും. എത്ര വലിപ്പമുള്ള ഒരു വർക്കാവുന്നതുകൊണ്ട് നമുക്ക് മാർക്കിങ് ക്ലിയർ ആവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വർക്ക് പറഞ്ഞാൽ ഇത്ര ഹൈറ്റിലുള്ള വർക്കാവുന്നതുകൊണ്ട് ഇതിൽ താഴോട്ട് ഇറങ്ങി കയറലൊന്നും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മളെ കോൺട്രാക്ടർ വെള്ളവും പഴംപൊരിയും കൊണ്ടുവന്നു. പിന്നെ അത് മാത്രമല്ല, വെയിൽ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ വർക്ക് തീർക്കും വേണം. അപ്പോൾ നല്ല ദാഹമുണ്ട്. അപ്പോൾ എന്തായാലും പഴംപൊരിയും വെള്ളവും കുടിക്കാം എന്ന് കരുതി. ഇനി ബാക്കി വർക്ക് മൊത്തം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്ത ഘട്ടം തുടങ്ങി കേട്ടോ. പെയിൻറ്റിങ് തുടങ്ങി. അപ്പോൾ ഈ മാർക്കിട്ട് അതേ ലെവലിലൂടെ കറക്റ്റ് മാർക്കിംഗ് ആവുന്നതുകൊണ്ട് നല്ല സുഖമാണ്. ഉയർത്താവുന്നതുകൊണ്ട് ആ മാർക്കിങ്ങിലൂടെ മാത്രം വരച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒന്നാമത് കറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തെറ്റിപ്പോകാനും പാടില്ല, ചെറിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. ഉയരത്താണെങ്കിൽ പോലും അതിന് കൃത്യത വേണമല്ലോ. അപ്പോൾ അത് കാരണം മാർക്കിംഗ് എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം വര തുടങ്ങി. നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇതുപോലുള്ള കൊമേഴ്സ്യൽ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. ഇൻസ്റ്റഗ്രാമിൽ സിനാൻ ആർട്സ് വെല്ലുക എന്നുള്ള അക്കൗണ്ടിൽ
ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.